ഇന്ന് നമുക്ക് പച്ചമുളക് വെച്ചിട്ട് നല്ലൊരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറായിരിക്കും ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ഈ ടൈപ്പിലുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലുള്ള മുളകായിരിക്കും ഈ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഈ മുളകിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 50 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം വെളുത്തുള്ളി കട്ട് ചെയ്യുന്നില്ല, ചെറിയ ടൈപ്പിലുള്ള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ അച്ച് ശർക്കര പാനിയാക്കിയിട്ടുള്ളതാണിത്. ഇത് നോക്കിയിട്ട് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട, അതിൻ്റെ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറിയാൽ മതി. അപ്പോൾ ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മുളകെല്ലാം ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ അച്ചാറിന് കടുക് ചേർക്കുന്നില്ല. ഇതിന് കൂടെ ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പം ഈ ഒരു കളറായാൽ മതി. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഈ പൊടികളൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മൾ പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മധുരത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ എരിവും മധുരവും പുളിയൊക്കെ കറക്റ്റാണോ നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ മധുരമെല്ലാം നല്ല കറക്റ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ശർക്കരയുടെ പകുതി മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും മതി. ബാക്കി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇത് കറക്റ്റാണ്, അത്രയും മതിയാവും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാറിവിടെ റെഡിയായി. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയ വശം തന്നെ കഴിക്കാം. അത് ഓൾറെഡി പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.